എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഞാനൊരു സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഫോൺ കാണാം. ചിലപ്പോൾ നിങ്ങളുടെ ഐഫോൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് പാസ്വേഡ് മറന്നുപോയിട്ട് ഇതിൻ്റെ ഐക്ലൗഡ് ചിലപ്പോൾ ലോക്കായി പോയേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഫോൺ ഐക്ലൗഡ് ലോക്കായി പോയി സ്ക്രീൻ ടൈം പാസ്വേഡ് മാറ്റുക, അല്ലെങ്കിൽ ഫേസ് ഐ ഡി അൺലോക്ക് ചെയ്യുക, അതും പോട്ടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസേബിൾ ആയിട്ടുള്ള ഐഫോൺ എനേബിൾ ആക്കുക, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിനായിട്ട് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് വേണം. ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പ് എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെനർഷെയറിൻ്റെ ഫോർ യു കീ ഫോർ ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ടെനർഷെയർ ഫോർ യു കീ സ്ക്രീൻ ലോക്ക് റിമൂവൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. റിമൂവ് 4 ഡിജിറ്റ് അല്ലെങ്കിൽ 6 ഡിജിറ്റ് പാസ്വേഡ് റിമൂവ് ചെയ്യാൻ പറ്റും. ടച്ച് ഐ ഡി, ഫേസ് ഐ ഡി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഡിസേബിൾ ആയിട്ടുള്ള ഐപാഡ്, ഐഫോൺ, ഐപോഡ് ടച്ച്, MDM സ്ക്രീനും അല്ലെങ്കിൽ MDM പ്രൊഫൈല് നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള iOS 16, iPadOS 16, iPhone 14 മോഡൽസും കമ്പാറ്റബിൾ ആണ്. ഞാനിവിടെ ജസ്റ്റ് ഫ്രീ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഫ്രീ ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഭയങ്കര സംഭവങ്ങളൊന്നുമല്ല, മിനിമൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇന്റർഫേസ് ആണ്. ഇതിന്റെ അകത്ത് അൺലോക്ക് iOS സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. റിമൂവ് ആപ്പിൾ ID, റിമൂവ് സ്ക്രീൻ ടൈം പാസ്കോഡ്, അതുപോലെ തന്നെ ബൈപാസ് MDM എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരു ഐഫോൺ ഉണ്ട്, അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആപ്പിൾ ID ലോക്കായി പോയിട്ടുള്ള ഫോൺ ഉണ്ടെങ്കിൽ അതിനെ ഒറിജിനൽ USB കേബിൾ വഴി നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി വെച്ചിട്ട് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ അത് കണക്ട് ചെയ്യുവാണേ. കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ട്രസ്റ്റ് ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. ഡിവൈസ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് മാറും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിമൂവ് ആപ്പിൾ ID എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിൾ ID ആണ് റിമൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ റിമൂവ് ആപ്പിൾ ID കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫോൺ ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. iPhone 11 ആണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ഐഫോൺ ആണോ കണക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് സ്റ്റാർട്ട് റിമൂവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐക്ലൗഡ് റിമൂവ് ആയി കിട്ടും. അടുത്ത സ്ക്രീൻ ടൈം പാസ്കോഡ് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് റിമൂവ് കൊടുത്താൽ മതി. ആ ഒരു പ്രോസസ്സ് നടക്കും. പ്രോസസ്സ് കുറച്ച് സമയം എടുക്കുന്നതാണ്. മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോൺ നല്ലപോലെ ചാർജ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്കിപ്പോൾ MDM ബൈപ്പാസ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ MDM ബൈപ്പാസ് നിങ്ങളുടെ ഫോണിൽ സ്റ്റാർട്ട് ആവും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഐഫോൺ ഏതെങ്കിലും ഒരു തരത്തിൽ ലോക്കായി പോയി നിങ്ങൾക്ക് ഒരു സർവീസ് സെൻറ്ററിൽ പോയി കൊടുക്കുന്ന സമയത്ത് അവർ ഒരുപാട് പൈസ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെനർഷെയറിൻ്റെ ഫോർ യു കീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പഴയ ഐഫോൺ ആവട്ടെ, പുതിയൊരു ഐഫോൺ ആവട്ടെ, ഏതൊരു ഐഫോണും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് ഈസി ആയിട്ട് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.